അവിടെ നിൽക്കൂ ഭവതി, നമ്മളൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പേര് ഭവതി എന്നല്ല, മാലതിന്നാ. മാലതി ഭവതി, ഒന്ന് നിൽക്കൂ പ്ലീസ്. എന്താടോ കാര്യം? ഉള്ള കാര്യം മുഖത്ത് നോക്കി നമ്മൾ പറയും, ആരോടും പറയും. അതാണ് നമ്മളെ ശീലം. നമ്മളെ വാപ്പാരാണെന്നറിയോ? അതെങ്ങനെ എനിക്ക് അറിയുന്നത്? നിങ്ങൾ പോയി ഉമ്മയോട് തന്നെ ചോദിക്കും. പമ്പത്തി, ഇയാളൊരു തമാശക്കാരി തന്നെയാണ് മോളെ. നമ്മളെ വാപ്പ ഈ നാട്ടിലെ പേര് കേട്ട ചട്ടമ്പിയായിരുന്നു. ആ വാപ്പാന്റെ മോനായി ഈ ഗഫൂറിനും കിട്ടിയിട്ടുണ്ട് കുറച്ച് ചട്ടമ്പി തരം. അതുകൊണ്ട് മുത്തുമോളെ, എന്നെ നമ്മളുടെ ചട്ടമ്പി കല്യാണിയാക്കാനാണ് നമ്മളെ തീരുമാനം. സത്യം പറയാലോ, നമ്മക്കിപ്പൊ തീരെ ഓർക്കില്ല. അനക്ക് ഞമ്മളെ പിടിച്ചല്ലോ. നിങ്ങളെ പിടിക്കേണ്ട ഞാനല്ല, അതിനൊരാൾ കുറെ ദിവസമായി കാത്തിരിക്കുന്നുണ്ട്. പറച്ചോനെ, അതാരാണ് ഞമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ ആ സുന്ദരി? മോളെ, ആ സുന്ദരിയോട് പറഞ്ഞേക്ക് ഓളേത് സുരസുന്ദരിയായാലും വേണ്ടിയില്ല, ഈ ഗഫൂറിനെ കിട്ടൂലെന്ന്. അയ്യോ, സുന്ദരിയല്ല, സുന്ദരനാ ചേട്ടനെ കാത്തിരിക്കുന്നത്. എന്തിന്? പിടിക്കാൻ. എന്റെ ആങ്ങള കമ്പിപ്പാറ ബിനീഷ്. മോനെ പൂവാല, വാ നമുക്കൊരു കളി കളിക്കാം. വലിയ ചട്ടമ്പിയാന്നല്ലേ പറഞ്ഞത്? കാണട്ടെ. എന്താ കുട്ടി ഇത്? അത് ഞമ്മള് വെറുതെ പറഞ്ഞല്ലേ, ഓൺലി ജോക്ക്. പക്ഷെ ഞാൻ സീരിയസാ. അല്ലോ ഇഞ്ചമ്മു അമ്മു, അല്ലോ പറച്ചോനെ, എന്താണ്? അല്ലോ അടിക്കലേ, അല്ലോ. എന്ത് പറ്റിയതാ? ഏയ്, നമ്മളൊരു പരിചയക്കാരൻ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ പറഞ്ഞാണ്. അതുകൊണ്ടാണോ താങ്കൾ ഇത്ര സീരിയസ് ആയത്? സിസ്റ്ററെ കാണാൻ ഐശ്വര്യ റായിനെ പോലെ ഉണ്ടല്ലോ. വെരി നൈസ്, നൈസ് ടു മീറ്റ് യു. ഓഹോ, അപ്പൊ ചുമ്മാതല്ല ഈ കോലത്തിലായത്, കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അല്ലേ? വേഗം കിടന്നുറങ്ങിക്കോ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞു വരാം. നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? വേഗം ഉറങ്ങ്, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വരുമേ. ഇയാൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങണം മിസ്റ്റർ. എങ്ങനെ ഉറങ്ങും? ഓരോ തവണ വരുമ്പോഴും അരമണിക്കൂർ കഴിഞ്ഞു വരാ, അരമണിക്കൂർ കഴിഞ്ഞു വരാ എന്ന് പറഞ്ഞിട്ടല്ലേ സിസ്റ്റർ പോണത്. അതുകൊണ്ടല്ലേ ഉറക്കം വന്നിട്ട് ഉറങ്ങാണ്ട് നമ്മൾ ഓടിച്ചിരിക്കണത്. അയ്യോ, ഇതെന്തൊരു മനുഷ്യൻ. ശരി, ഇനി ഞാൻ ഈ വഴിക്ക് വരില്ല.